ചേട്ടാ ഇതേ നമുക്കിതിങ്ങനെ സിംഗിൾ സ്റ്റിച്ച് ചെയ്യാൻ മേലേ, പിന്നെ അടുത്ത് അങ്ങനെ ചെയ്യാട്ടോ. ഇത് ചെയ്തിട്ട് നോക്കാവേ. ആ എങ്ങനെയോ നിന്നെ കണ്ടിട്ട്. നീ എന്നാ വന്നത്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. എന്തുവാന്നാ നീ എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? അതൊക്കെ അങ്ങനെയാ. എങ്ങനെയൊക്കെയാന്ന്? എപ്പോഴും നമുക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? എടാ ഒരുപോലെ ഇരിക്കും. നിന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് വിഷമം വരുവാ. നീ പറയുന്ന പ്രശ്നം എന്താ? നമ്മൾ ഓരോരുത്തരൊക്കെ വിശ്വസിക്കും, എല്ലാവരും അതുപോലെ ആണോന്നില്ലല്ലോ. സത്യം പറ, എന്തോ പ്രശ്നം? അതൊക്കെ പറയണമെങ്കിൽ ഇന്ന ദിവസം തികയത്തില്ല. ഞാൻ കേൾക്കാൻ വില്ലിങ്ങാണ്, നീ പറ. അമ്മേ, ചോറ് ഇച്ചിരി എടുക്കാവോ അമ്മേ? വിശക്കുവാ. ഓ, നിനക്കിവിടെ ചോറൊന്നുമില്ല. ഇതും തന്നെ എവിടെയെങ്കിലും പോയി കിടന്നോ. നീ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ എന്ന് വന്നോ അന്ന് തുടങ്ങി എൻ്റെയും വീടിൻ്റെയും കഷ്ടകാലം. എന്തൊരു വിധിയാണ് ഈശ്വര. എന്നിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തുമില്ല, ഞാൻ വെച്ച് വിളമ്പി കൊടുക്കുകയും വേണം. ഞാൻ എത്ര കാലം ഞാൻ നിന്നോട് പറയുന്നു, നീ എന്താ വ്യക്തമായൊരു മറുപടി പറയാത്തെ? വിനോദിനോട് ഞാൻ പറഞ്ഞല്ലേ, എനിക്കതിൽ താല്പര്യം ഇല്ല. നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. വിനോദ് ഏട്ടനെ കൂട്ടുകാരനായിട്ട് ആദ്യം വീട്ടിൽ വന്നത്, അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. വിനോദ് ഇപ്പൊ മാറി നിൽക്കും. മോൾ ഒറ്റയ്ക്ക്, എനിക്ക് വീട്ടിൽ പോകണം. എന്താടാ നിന്റെ കാര്യങ്ങളൊക്കെ എവിടം വരെ? ഞാൻ ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഏകദേശം ശരിയാവും. നിന്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഒന്ന് മുട്ടിച്ചതാടാ എനിക്ക്. സോറിടാ, നീ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി, വിട്ടേക്ക്. എടി ആ ഇതന്നെ പതിവില്ലാതെ ബാ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖം. ഞാന് നിന്റെ അടുത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. നീ വിനോദിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? അത് ഞാൻ ആലോചിക്കുന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ചല്ലോ നീ ഇതാ പറയുന്നേ. എന്തെങ്കിലും ഒരു മറുപടി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ നിന്നെ കണ്ടെന്ന് സംസാരിച്ച് ഞാൻ എല്ലാം ഓക്കെ കേട്ട് വരാന്ന് പറഞ്ഞു. നീ ഇതിനൊരു മറുപടി തന്നേ പറ്റുന്നു. ഇപ്പൊ ഞാൻ എന്റെ മോളെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ആ കുഞ്ഞിനൊരു അച്ഛൻ വേണ്ടേ, നിനക്കും ഒരു ജീവിതം വേണ്ടേ? എന്നെ മനസ്സിലാക്കി ഒരാൾ വരുന്നത് നല്ലതല്ലേ? നീ ഇവിടെ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തിനാ എടുത്തിട്ട് വരാം. ഈ ഡ്രസ്സ് അപ്പടി ചുളുക്കാണല്ലോ, തേച്ചിട്ട് മടക്കിയാൽ മതിയായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ എല്ലാം ഇവിടെ എടുത്തിടും. നീ എന്നെ ചതിക്കോടാ? ഇതെങ്കിലും നീ ചെയ്തില്ലെങ്കിലേ ഞാൻ അവളോട് ചെന്ന് ഏറ്റവും വലിയ ചതിയായി പോകും. നീ അവളെയും ചാച്ചല്ലേ? എനിക്ക് നേരത്തെ അറിയാമായിരുന്നു
നിന്നെ അവൻ ചതിക്കും. അതെ, നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്തരും. എന്റെ കാര്യം എന്റെ പുള്ളിയുടെ കാര്യം പൊന്നൊരു പുള്ളിക്കാരൻ നോക്കും. ഇപ്പൊ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ എല്ലാ രീതിയിലും തീരുമാനം എടുത്തിട്ട് പറയാം. ചേച്ചി ഇപ്പൊ ഒന്ന് ചെല്ല, ഞാൻ വിളിക്കാൻ നാളെ. ഹലോ, സാർ ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആളൊക്കെ നല്ല ആളാ, കുഴപ്പമൊന്നുമില്ല. നല്ല സാർ ഒറ്റ നാട്ടിലേക്ക് ഇഷ്ടപ്പെടും. അവിടെ വന്നാൽ മതിയോ? സാറിനെ കണ്ടാൽ മതിയോ? ശരി സാർ, നമുക്ക് കാണാം, നാളെ നേരിട്ട് കാണാം. പിന്നെ എന്താ സംഭവിച്ചത്? ഹലോ, ആ ഞാൻ മീരയാണ്. ആരായിരുന്നു? ഇത് ഇൻഷുർ കമ്പനിയിൽ നിന്നാണ് വിളിക്കണേ. എന്തായിരുന്നു സാർ? ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലെയിം എല്ലാം റെഡി ആയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം റെഡിയാണോ? പേപ്പറൊക്കെ ഉണ്ട്. നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഓഫീസിൽ വരാൻ പറ്റുമോ? ആ ശരി സാർ, ഞാൻ നാളെ എത്തിക്കോളാം. എത്തിയിട്ട് സാറിനെ വിളിക്കാം. നീ ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നോ? ഞാൻ വരുന്നില്ല ചേച്ചി. എന്തുകൊണ്ട്? ഇന്നലെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളല്ലേ ഇതൊക്കെ? അതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവാത്ത കാര്യമൊന്നും? ചേച്ചിക്ക് അറിയാലോ, എനിക്കൊരു പെങ്കൊച്ചാവളെ. അതുകൊണ്ടാ പറയുന്നതെന്ന്. ചേച്ചി ഇപ്പൊ പോ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇത് ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു നിനക്ക്. ഇന്നലെ പറഞ്ഞ ഞാൻ ഇന്ന് ഇവിടെ വരക്കിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഇല്ലാത്ത കഷ്ടം. ഓക്കേടാ, ഞാൻ ഇറങ്ങും. ഒരുപാട് നേരമല്ലേ വന്നിട്ട്. ഇത് ചെറിയൊരു ഗിഫ്റ്റാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കുക. നീ ഇത്രയും പ്രോബ്ലം ലൈഫിൽ ഉണ്ടായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. ഈ കടല് പോലെയാണ് നമ്മുടെയൊക്കെ മനസ്സ്. ഒന്നിനു പിറകെ ഒന്നായി തിരകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് പിരിയുമ്പോൾ ആശ്വാസവാക്കുകളുമായി പലരും അടുത്തു വരും. അവരുടെ വാക്കുകളിൽ ആത്മാർത്ഥതയില്ലെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവരൊരുക്കിയ ചതിക്കുഴിയിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടാകും. ജീവിതമാണോ മരണമാണോ മുന്നിലെന്ന് തിരിച്ചറിയാനാകാത്ത നിമിഷങ്ങളിലാകും നമുക്ക് നഷ്ടമായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ആഴം നമ്മൾ തിരിച്ചറിയുന്നത്.